ക്രിക്കറ്റ് എന്നത് ഒരു സ്പോർട്സ് ഗെയിമാണ്. അതുകൊണ്ട് ഒരു ടീം മാത്രമേ വിജയിക്കുള്ളൂ. മത്സരം എപ്പോഴും സ്പോർട്സ്മാൻ സ്പിരിറ്റിൽ നമ്മൾ എടുക്കണം. എല്ലാ മാച്ചിലും എല്ലാ ടീമിനും ജയിക്കാൻ സാധിക്കില്ല. പക്ഷേ ചതിയിലൂടെ മാത്രം കളി ജയിക്കുന്ന ഒരു ടീമുണ്ട്. അത് മറ്റാരുമല്ല, ഓസ്ട്രേലിയയാണ്. ഓസീസിനെ കളി എങ്ങനെയെങ്കിലും ജയിക്കണം. അതിന് ഏത് ചതി പ്രയോഗം വേണമെങ്കിലും ഓസ്ട്രേലിയ കാഴ്ചവെക്കും. ചതി എന്ന് പറയുമ്പോൾ ആദ്യം ഓർമ്മ വരിക ഓസീസിനെ തന്നെയാണ്. ഇപ്പോഴത്തെ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന ഇന്ത്യ ഓസ്ട്രേലിയ ടെസ്റ്റിലും ഓസീസ് ചതിച്ചിരിക്കുകയാണ്. ഇത്തവണ കോഹ്ലിയും ഹേസൽവുഡും തമ്മിലാണ് പ്രശ്നമുണ്ടായത്. ഈ ഒരു സംഭവത്തിന് ശേഷമാണ് വിരാട് കോഹ്ലി ഔട്ടായത്. ഇതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ഇത്തരം ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. ഫസ്റ്റ് ഇന്നിംഗ്സിൽ ഇന്ത്യ 150 റൺസിൽ ഓൾ ഔട്ടായി. അപ്പോൾ ആരാധകർ വിഷമത്തിലായിരുന്നു. എന്നാൽ ഇന്ത്യ അടിക്ക് തിരിച്ചടി കൊടുത്തിരിക്കുകയാണ്. ജസ്പ്രീത് ബുംറ ഓസീസിനെ പഞ്ഞിക്കിട്ടു. അവരുടെ 7 വിക്കറ്റ് 67 റൺസിൽ പോയിട്ടുണ്ടായിരുന്നു. ഇന്ന് ഇന്ത്യയുടെ ബാറ്റിംഗിലാണ് ആ സംഭവം നടന്നത്. ഓസ്ട്രേലിയ ആദ്യം തന്നെ കോഹ്ലിയെ പുറത്താക്കാനാണ് ശ്രമിച്ചത്. അതിനുവേണ്ടി അവർ കോഹ്ലിയെ സ്ലഡ്ജ് ചെയ്തു. കോഹ്ലി ബാറ്റ് ചെയ്യാൻ ക്രീസിലേക്ക് വരുമ്പോൾ ഓസീസ് താരങ്ങൾ കോഹ്ലിയെ സ്ലഡ്ജ് ചെയ്യുന്നതാണ് കണ്ടത്. കോഹ്ലിയോട് ഓരോ കമന്റ് ചെയ്ത് കോഹ്ലിയെ മനഃപൂർവ്വം ദേഷ്യം പിടിപ്പിച്ചു. പിന്നീട് 16-ാം ഓവറിൽ ജോഷ് ഹേസൽവുഡ് ബൗൾ ചെയ്യാനെത്തി. ഹേസൽവുഡിനെ പന്തെറിഞ്ഞിട്ട് കോഹ്ലിയുടെ വിക്കറ്റ് നേടാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് ഹേസൽവുഡ് കോഹ്ലിയെ ഒന്ന് ചൊറിഞ്ഞു. എന്നാൽ കോഹ്ലി മറുപടി കൊടുത്തില്ല. ഹേസൽവുഡിന്റെ മുഖത്തേക്കൊന്ന് തുറച്ചു നോക്കി. കോഹ്ലി അത്രയ്ക്കും പ്രഷറിലാണ് നിന്നിട്ടുണ്ടായിരുന്നത്. പിന്നീട് തൊട്ടടുത്ത ബോളിൽ കോഹ്ലി ഔട്ടായി മടങ്ങി. ഹേസൽവുഡിനാണ് വിക്കറ്റ് ലഭിച്ചത്. കോഹ്ലിയെ സ്ലഡ്ജ് ചെയ്തും ദേഷ്യം പിടിപ്പിച്ചും ഓസ്ട്രേലിയ വിക്കറ്റ് നേടി. ഓസീസ് ഏറ്റവും കൂടുതൽ പേടിച്ചത് കോഹ്ലിയെയാണ്. കോഹ്ലി നിലയുറപ്പിച്ചാൽ പിന്നെ ഓസ്ട്രേലിയൻ ടീമിന് ജയിക്കാൻ സാധിക്കില്ല. അതവർക്കറിയാം. അതുകൊണ്ടാണ് കോഹ്ലിയെ ദേഷ്യം പിടിപ്പിച്ച് പുറത്താക്കിയത്. കോഹ്ലി ഇന്ന് 5 റൺസ് മാത്രമാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത്തരം ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.